നിന്ന് ഒരാൾ പോയി ലീഗിനെതിരെ മത്സരിച്ചാൽ ലീഗ് അവിടെ സർവ്വസജ്ജമായിട്ട് ഇറങ്ങും, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ്. മങ്കടയിലും അത് കാണാമെന്ന് പറഞ്ഞിരുന്നത്. അവർക്കൊക്കെയുള്ളൊരു മറുപടി എന്താണ്? ലീഗ് എന്നെ പുറത്താക്കിയതാണ്. ഞാൻ ജീവിതകാലത്തിൽ മുഴുവൻ ഓർമ്മ വെച്ച മുതൽ തന്നെ ലീഗിന് പ്രവർത്തിക്കൽ കൊടുത്തിയാണ്. അങ്ങനെയുള്ള ഒരു ലീഗ് ഒരു സുപ്രഭാതത്തിൽ ആരുടെ പ്രേരണ പ്രകാരം എന്നെ പുറത്താക്കണം, സ്ഥാനത്ത് നിന്ന് മാറ്റം ചെയ്യണം. അതുകൊണ്ടാണ് കുന്നത്ത് മുഹമ്മദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. നിങ്ങളെന്നെ ഒരു പക്ഷേ കുന്നത്ത് മുഹമ്മദ് LDF സ്വതന്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ആരുത്തും വന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളെ ലേനല്ലേ കൊടുത്തത്, വിസ്മയത്തിലാണ് വന്നിട്ടുള്ളത്. അത് ആര് കൊടുത്തു എന്നുള്ളത് നമുക്കറിയാം. ആ കൊടുത്ത ആളാണ് ഞാൻ ഫേസ്ബുക്കിലിട്ടത്. അപ്പോൾ പിന്നീട് ആ ആളെ തന്നെ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഞാൻ പ്രശ്നമാക്കും എന്ന് കണ്ടിട്ട് ഇന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി. അത് അങ്ങനെയുള്ള ഒരു കുടുംബവും അങ്ങനെയുള്ളൊരു വ്യക്തിയും മാറ്റി നിർത്തപ്പെടേണ്ടതല്ല. അപ്പോൾ ഞാനും ഈ പാർട്ടിക്ക് ഇത്ര കാലം അധ്വാനിച്ചുകൊണ്ട് എനിക്കങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു സ്ഥാനാർത്ഥിയായിട്ട്. ആ സമയത്ത് ഇടതുപക്ഷത്തിന് നമ്മൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അവർ വന്ന് പിന്തുണ നൽകി. അത് എൻ്റെ ഒരു നല്ലൊരു നിങ്ങൾ പിന്തുണ ആവശ്യപ്പെട്ടതാണോ അതോ ഇടതുപക്ഷം നിങ്ങൾക്ക് പിന്തുണ തരാമെന്ന് പറഞ്ഞു? ഞാൻ വന്ന് സ്വതന്ത്രനായി വന്നിട്ട് വാർത്താ ചാനലിലാണ് പറയണത് ആർക്കും വേണമെങ്കിൽ പിന്തുണക്കാം. പിറ്റേ ദിവസം അവരുടെ നേതാക്കന്മാർ എനിക്ക് പിന്തുണ തന്നു. പ്രചാരണത്തിൻ്റെ സമയത്ത് ഇപ്പോൾ മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളൊക്കെ തന്നെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നൊരു വോയിസ് ഉണ്ട്, ഒരു ശബ്ദരേഖയുണ്ട്. അത് താങ്കളുടെ ശബ്ദരേഖ എന്ന പേരിലാണ് പ്രചരിപ്പിച്ചിരുന്നത്. അതിൽ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരോടാണ് സംസാരിക്കാൻ തോന്നുന്നു, നിങ്ങളാരും ഇങ്ങോട്ടേക്ക് വരണ്ട, ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ വരും, നിങ്ങൾ അവിടെ നിന്നാൽ മതി എന്നാണ്. ഒന്നാമത്തെ ചോദ്യം, അത് താങ്കളുടെ ശബ്ദരേഖയാണോ? താങ്കൾ പറഞ്ഞു അത് എൻ്റെ ശബ്ദരേഖയല്ല. പല ഭാഗത്തു നിന്നുള്ളത് അടർത്തിയെടുത്ത് ഒരു 4-5 കട്ടിങ്ങാണ് ഇട്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ? അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ തന്നെ പോയിട്ടുള്ളൂ. അത് ലീഗിൽ നിന്ന് പോരിൻ്റെ ഇവർ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി കൊടുക്കേണ്ട മുമ്പാണുള്ളത്. മനസ്സിലായില്ലേ? അവർ പുറത്താക്കുന്നു എന്നറിഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളാരും വേണ്ട, പിന്തുണ എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്രനായിട്ട് നിൽക്കുമ്പോൾ അത് ചില ആളുകളോട് നമ്മൾ ചിലപ്പോൾ ഒരു ലീഗിൻ്റെ പ്രസിഡന്റ് എന്നുള്ള ആൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. അന്ന് ഇടതുപക്ഷം എന്നെ പിന്തുണച്ചില്ല. ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ ആ പാർട്ടി ഇങ്ങേപ്പുറത്ത് നിൽക്കുമ്പോൾ അതിൽ എല്ലാം നിൽക്കണമെന്ന് വെച്ചാൽ അതിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് തീരുമാനം.